നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റത്തിന് കാരണമാകാം. കാരണം ഇത് ഒരു സാധാരണ ദിവസത്തെക്കുറിച്ചല്ല പറയുന്നത്. നാളത്തെ ദിവസത്തിന് അത്രമേൽ പ്രാധാന്യമുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, നാളെ അക്ഷയ തൃതീയയാണ്. വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന ദൈവാനുഗ്രഹം അപരിമിതമായി ലഭിക്കുന്ന ദിവസമാണ് അക്ഷയ തൃതീയ. അതുകൊണ്ട് തന്നെ ഈ ദിവസം പുതിയ തുടക്കങ്ങൾ, പുതിയ സമ്പത്ത്, പുതിയ ഭാഗ്യം ഇവയൊക്കെയും നേടിയെടുക്കാനായിട്ട് സാധിക്കും. അന്നേ ദിവസം നിങ്ങൾ ചെയ്യുന്ന ഒരു ചെറിയ കാര്യം പോലും നിങ്ങളുടെ ഭാവിയെ തന്നെ മാറ്റാൻ കഴിയുന്നവയായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ അക്ഷയ തൃതീയയിൽ നിങ്ങൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ, അതായത് നാളത്തെ ദിവസം നിങ്ങൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതവും മാറും. നിങ്ങളിലേക്കും സമ്പത്തും ഭാഗ്യവും പുതിയ അവസരങ്ങളും കടന്നു വരും. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതും ചെയ്യേണ്ടതുമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അക്ഷയ തൃതീയ എന്ന് കേൾക്കുന്ന സമയത്ത് എല്ലാവർക്കും മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സ്വർണം വാങ്ങിക്കുക. അന്നേ ദിവസം സ്വർണം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ധനം കുമിഞ്ഞുകൂടും എന്നുള്ളതാണ്. സ്വർണം കുമിഞ്ഞുകൂടും എന്നുള്ളതാണ്. പക്ഷേ ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ എല്ലാവർക്കും സ്വർണം വാങ്ങിക്കാൻ സാധിച്ചു എന്ന് വരില്ല. അങ്ങനെയുള്ളവർക്ക് വളരെ ലളിതമായിട്ടുള്ള ചില വസ്തുക്കൾ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് വഴി സ്വർണം വാങ്ങുന്നത് പോലെ തന്നെ ലഭിക്കുന്ന ആ ഒരു അനുഗ്രഹം അത് നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അതിനായിട്ട് എന്തൊക്കെ വസ്തുക്കളാണ് വാങ്ങിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്, ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും നാളത്തെ ദിവസം നിങ്ങളെ കൊണ്ട് കഴിയുന്ന, ഞാനിവിടെ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങളാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് വരുന്ന ഒരു വർഷക്കാലം അതിൻ്റെതായിട്ടുള്ള മാറ്റം അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അക്ഷയ എന്നാൽ ഒരിക്കലും കുറയാത്തത് എന്നാണ് അർത്ഥമാക്കുന്നത്. അന്നേ ദിവസം, അതായത് അക്ഷയ തൃതീയ ദിവസം നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിരന്തരമായി വർദ്ധിക്കും. അതുകൊണ്ടാണ് സ്വർണം വാങ്ങുന്നത്, നിക്ഷേപം തുടങ്ങുന്നത്, ബിസിനസ് ആരംഭിക്കുന്നത്, ഇതെല്ലാം ഈ ഒരു ദിവസം അക്ഷയ തൃതീയ ദിവസം ചെയ്യുന്നത്. ഭാവിയിൽ വലിയ നേട്ടങ്ങൾക്ക് വഴിയൊരുക്കാൻ ഈ ഒരു ദിവസം ഏതൊരു കാര്യത്തിനും തുടക്കം കുറിക്കുന്നത് വഴി സാധിക്കും എന്നതാണ് വിശ്വാസം. ഇത് ഒരു ലക്കി ഡേ അല്ല, ഇതൊരു ലൈഫ് ചേഞ്ചിങ് ഡേ ആണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അക്ഷയ തൃതീയ ദിവസം നിങ്ങൾ എല്ലാവരും നിർബന്ധമായിട്ടും ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വീട് ശുചിയാക്കുക. വീട്ടിലെ നെഗറ്റീവ് എനർജി നീക്കം ചെയ്യാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതായത് നാളെയാണ് അക്ഷയ തൃതീയ വരുന്നത്. ഇന്നത്തെ ദിവസം തന്നെ നമ്മൾ എല്ലാവരും നമ്മുടെ വീട് വൃത്തിയും ശുചിത്വവും ഉള്ളതാക്കി തീർക്കണം. രണ്ടാമതായിട്ട് അക്ഷയ തൃതീയ ദിവസം രാവിലെ തന്നെ വീട്ടിൽ ഒരു ദീപം തെളിയിക്കുക. പ്രകാശം എന്ന് പറയുന്നത് സമ്പത്തിനെയും ഭാഗ്യത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. വീട്ടിൽ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത് വഴി വീട്ടിലേക്ക് പോസിറ്റീവ് ഊർജം കടന്നു വരികയും സമ്പത്തിനെ ആകർഷിക്കപ്പെടുകയും ചെയ്യും. മൂന്നാമതായിട്ട് പുതിയ തുടക്കമാണ്. ഒരു ചെറിയ കാര്യമായാലും ആരംഭിക്കുക. നിങ്ങളെ കൊണ്ട് എന്താണോ സാധിക്കുന്നത്, നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു ആഗ്രഹം എന്താണോ, അതിനുള്ള ഒരു ചെറിയ തുടക്കമെങ്കിലും നാളത്തെ ദിവസം തുടങ്ങി വയ്ക്കുക. പുതിയൊരു സേവിങ്സ് പ്ലാന് പോലും മതിയാകും. നാലാമതായിട്ട് ദാനം ചെയ്യുക. ഭക്ഷണം, പണം അല്ലെങ്കിൽ സഹായം. അക്ഷയ തൃതീയ ദിവസം നിങ്ങൾ നൽകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ പല മടങ്ങ് തിരിച്ചു വരും എന്നുള്ളതാണ്. ഇനി അടുത്തതായിട്ട് ഈ ഒരു ദിവസം, നാളത്തെ ദിവസം നിങ്ങൾ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്നാമതായിട്ട് മദ്യം പോലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഒഴിവാക്കുക. രണ്ടാമതായിട്ട് വീട്ടിലെ വഴക്ക്, ദേഷ്യപ്പെടുക, അതുപോലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. നെഗറ്റീവ് ചിന്തകളെ ഒഴിവാക്കുക. ചൂതാട്ടം പോലുള്ള കളികള്, വീട്ടില് സ്വസ്ഥത തകർക്കുന്ന കാര്യങ്ങള്, ഇവയൊക്കെയും നാളത്തെ ദിവസം പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. അന്നേ ദിവസം നിങ്ങൾ ചെയ്യുന്ന തെറ്റുകളും അക്ഷയമായി തീരും എന്നുള്ളതാണ്. അതായത് അതിന്റെ ഫലം നീണ്ടു നിൽക്കും. വായ്പയെടുക്കുക, കടം വാങ്ങുക, സാമ്പത്തിക പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങൾ ഒന്നും തന്നെ നാളത്തെ ദിവസം ചെയ്യാതിരിക്കുക. എന്തൊക്കെ അത്യാവശ്യമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നാളത്തെ ദിവസം കഴിയുന്നതും കടം കൊടുക്കാനോ വാങ്ങാനോ പാടില്ല എന്ന സത്യം നിങ്ങൾ തിരിച്ചറിയുക. ഇനി അടുത്ത ഒരു കാര്യം സ്വർണം വാങ്ങുന്നതിന്റെ രഹസ്യമാണ്. എന്തുകൊണ്ടാണ് എല്ലാവരും ഈ ദിവസം സ്വർണം വാങ്ങുന്നത്? സ്വർണം എന്നത് സമ്പത്തിന്റെ ചിഹ്നമാണ്. ഈ ദിവസം വാങ്ങുന്ന സ്വർണം ജീവിതത്തിൽ സ്ഥിരമായ സമ്പത്ത് നൽകും എന്നതാണ് വിശ്വാസം.
നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഒരു തരി സ്വർണമെങ്കിലും വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു സമയത്ത് എല്ലാവർക്കും സ്വർണം വാങ്ങാൻ സാധിച്ചു എന്ന് വരില്ല. അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ സാധിക്കുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വീട്ടിലേക്ക് അരി കൊണ്ടുവരിക എന്നുള്ളതാണ്. നിങ്ങൾ സ്വർണം വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന അതേ അനുഗ്രഹം തന്നെ അന്നേ ദിവസം, അതായത് നാളത്തെ ദിവസം നിങ്ങളുടെ വീട്ടിലേക്ക് അരി കൊണ്ടുവരുന്നത് വഴി നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ നാണയം, മഞ്ഞള്, നമുക്കറിയാം ലക്ഷ്മി ദേവിയുടെ പ്രതീകമായിട്ട് കണക്കാക്കുന്ന ഒന്നാണ് മഞ്ഞൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു മഞ്ഞള് നാളത്തെ ദിവസം നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള അനുഗ്രഹം ആ വീട്ടിലും ആ വീട്ടിൽ താമസിക്കുന്ന ആളുകൾക്കും ലഭിക്കും. ഇവയൊക്കെയും സമ്പത്തിന്റെ പ്രതീകങ്ങളാണ്. അപ്പൊ സ്വർണം വാങ്ങിക്കാൻ സാധിച്ചില്ല എന്ന് കരുതി ആരും വിഷമിക്കേണ്ടതില്ല. ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന വസ്തുക്കളിൽ, അതായത് അരി, നാണയം, മഞ്ഞൾ, ഇവയിൽ ഏതെങ്കിലും നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് വഴി നിങ്ങൾക്ക് സ്വർണം വാങ്ങിക്കുന്നതിന്റെ അതേ ഒരു അനുഗ്രഹം അല്ലെങ്കിൽ അതേ ഒരു ഭാഗ്യം തന്നെ നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും. ഇനി അടുത്തതായിട്ട് നമ്മൾ നാളത്തെ ദിവസം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളാണ്. ഈ ദിവസം ഭക്ഷണത്തിലും ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുണ്ട്. മത്സ്യമാംസാദികള് ഒഴിവാക്കുക. വീട്ടില് പാചകം ചെയ്യുന്നതും ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. ഉള്ളി, വെളുത്തുള്ളി പോലുള്ള വസ്തുക്കളും ഒഴിവാക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. സാധ്യമായാല് സാത്വിക ഭക്ഷണം മാത്രം കഴിക്കുക. ഈ വീഡിയോ നിങ്ങൾ കണ്ടത് യാദൃശ്ചികമല്ല, ഇതൊരു സന്ദേശമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം വരാനിരിക്കുകയാണ്. ഈ അക്ഷയ തൃതീയ നിങ്ങളുടെ ഭാഗ്യത്തിന്റെ തുടക്കമായിരിക്കാം. നിങ്ങളുടെ ജീവിതം മാറ്റാൻ കഴിയുന്ന ഒരു ദിവസമായിട്ടാണ് നിങ്ങൾ നാളത്തെ ദിവസത്തെ കാണേണ്ടത്. അക്ഷയ തൃതീയ ദിവസം നമ്മുടെ ജീവിതത്തിലെ പല മാറ്റങ്ങളും കൊണ്ടുവരാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കും. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നേരിട്ട് ലഭിക്കുന്ന ദിവസം. അതോടൊപ്പം തന്നെ നിങ്ങൾ അന്നത്തെ ദിവസം ചെയ്യേണ്ടതായിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഓം ശ്രീം മഹാലക്ഷ്മിയെ നമഃ എന്ന മന്ത്രം 108 തവണ രാവിലെ ജപിക്കുക. വീട്ടിലുള്ള വീട്ടമ്മ ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമമാണ്. ഇനി വീട്ടമ്മയ്ക്ക് സാധിക്കുന്നില്ല എങ്കിൽ വീട്ടിലുള്ള ആർക്കും ചെയ്യാം. രാവിലെ എഴുന്നേറ്റ് ബ്രഹ്മമുഹൂർത്തത്തിൽ സാധിക്കുമെങ്കിൽ ആ ഒരു സമയത്ത് എഴുന്നേറ്റ് കുളിച്ച് ശരീരശുദ്ധി വരുത്തി വീട്ടിലൊരു ദീപം തെളിയിക്കുക. ആ ഒരു ദീപം കുറച്ച് സമയത്തേക്ക് അണയാതെ സൂക്ഷിക്കുക. നാളത്തെ ദിവസം ലക്ഷ്മി ദേവിയുടെ ഒരു സാന്നിധ്യം നമ്മുടെ വീട്ടിലേക്ക് ഉണ്ടാകും. അപ്പോൾ ആ ഒരു ലക്ഷ്മി ദേവി നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്നതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഒരുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് വീട് വൃത്തിയാക്കുക എന്നുള്ളത്. വീട്ടിൻ്റെ ആ ഒരു കടന്നു വരുന്ന സ്ഥാനത്ത് ചെരുപ്പുകൾ പോലുള്ള വസ്തുക്കൾ ഒഴിവാക്കുക, ഡസ്റ്റ്ബിന് പോലുള്ള വസ്തുക്കൾ ഒഴിവാക്കുക. സാധിക്കുന്നവർ നല്ല രീതിയിൽ ഒരു കോലമൊക്കെ വരച്ച് ലക്ഷ്മി ദേവിയുടെ ആഗമനത്തിനായിട്ട് കാത്തിരിക്കുക. ദീപമൊക്കെ തെളിയിച്ചു വയ്ക്കുന്ന സമയത്ത് ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ അതിൻ്റെ മുന്നിലായിട്ട് പൂക്കൾ സമർപ്പിക്കുക. നാളത്തെ ദിവസം എന്ന് പറയുന്നത് സമ്പത്ത് ഇരട്ടിപ്പിക്കാൻ സാധിക്കുന്ന ഒരു ദിവസമാണ്. എന്തൊക്കെയുണ്ടെങ്കിലും സമ്പത്തും നമുക്ക് ആവശ്യമാണ് അല്ലേ? സമ്പത്തിനൊപ്പം സമാധാനവും ആവശ്യമാണ്. ഈ ഒരു അക്ഷയ തൃതീയ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ദൈവാനുഗ്രഹം 10 മടങ്ങായിട്ട് ലഭിക്കുന്ന ഒരു ദിവസമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ സാധിക്കുന്നവർ ക്ഷേത്ര ദർശനം നടത്തുക, നല്ല രീതിയിലുള്ള വാക്കുകൾ വീട്ടിൽ ഉപയോഗിക്കുക, നല്ല രീതിയിലുള്ള സന്തോഷത്തോടു കൂടി കുടുംബാംഗങ്ങളെല്ലാം ചേർന്ന് സന്ധ്യാസമയത്തും ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുക. ഇതൊക്കെയും തന്നെ നിങ്ങൾ ചെയ്യുന്നത് വഴി നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെ സംഭവിക്കും. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നാളത്തെ അക്ഷയ തൃതീയ നിങ്ങൾ എല്ലാവരും ശരിയായ രീതിയിൽ അനുഷ്ഠിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന് തുടക്കമായി തീരട്ടെ നാളത്തെ ദിവസം. അപ്പൊ നിങ്ങൾ അക്ഷയ തൃതീയ എന്ന ദിവസത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ആ ദിവസം അനുഗ്രഹം നിങ്ങൾക്കും ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഓം ശ്രീ മഹാലക്ഷ്മിയെ നമഃ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.